ഒരു ഗ്രാമത്തിൽ ഒരു അച്ഛന് 2 മക്കളുണ്ടായിരുന്നു. അച്ഛൻ മരിച്ച ശേഷം മൂത്ത മകൻ തന്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ടു അനിയൻക്ക് ആസ്തിയിൽ ഭാഗം കൊടുക്കാതെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അനിയൻ ദുർബലനായിരുന്നെങ്കിലും വളരെ ബുദ്ധിമാനായിരുന്നു. ഒരു വൈകിട്ട് ജോലി തേടി പട്ടണത്തിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഗ്രാമവാസികൾ അവനെ തടഞ്ഞു. രാത്രിയിൽ കാട്ടുവഴി യാത്ര ചെയ്യുന്നത് വളരെ അപകടകരമാണ്, കാരണം ആ വഴി നടുവിൽ ഒരു വലിയ കാട് ഉണ്ടായിരുന്നു. ആ കാട്ടിൽ ഒരു കിണറുണ്ടായിരുന്നു, അതിൽ ബ്രഹ്മരാക്ഷസ് താമസിക്കുന്നതായും പറഞ്ഞു. രാത്രി സമയം ആ വഴി വന്ന ആളുകളെ പിടിച്ചുകൊന്നു തിന്നുകയും അവരുടെ അസ്ഥികൾ കിണറ്റിൽ എറിയുകയും ചെയ്യുന്നുണ്ടെന്നായിരുന്നു വിശ്വാസം. അനിയൻ ഗ്രാമൂപ്പന്മാരോട് പറഞ്ഞു, എന്റെ അണ്ണൻ എന്നെ പുറത്താക്കിയതിനു ശേഷം എനിക്ക് ജീവിക്കണമെന്ന ആഗ്രഹമില്ല എന്നു പറഞ്ഞു. അതിനാൽ അതേ വഴിയിലൂടെ യാത്ര തുടക്കം കുറിച്ചു. വഴിയിൽ ഒരു കരടി പൊടിച്ചെടികളുടെ ഇടയിൽ ഉറങ്ങുന്നതായി കണ്ടു. അവന് ഒരു ബുദ്ധിമുട്ടുള്ളപ്പോൾ ഒരു നല്ല ആശയം പിറന്നു. അവൻ നേരെ കിണറ്റുവരെ പോയി തന്റെ കയ്യിൽ ആയിരുന്ന കയറെടുത്ത് കയ്യിൽ ചുറ്റി. അപ്പോൾ ബ്രഹ്മരാക്ഷസ് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ എന്തു ചെയ്യുകയാണ് നീ എന്ന് ഉഗ്രമായി ചോദിച്ചു. അനിയൻ ഭയപ്പെടാതെ ഉത്തരം പറഞ്ഞു, നിന്നെ ഈ കയറുപയോഗിച്ച് ബന്ധിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. രാക്ഷസൻ പുച്ഛിച്ചു, നീ അത്രയും ദുർബലൻ, എനിക്കെങ്ങനെ കയറിട്ട് ബന്ധിക്കും? ഞാൻ നിന്നെ കൊന്നു തിന്നും. അനിയൻ പറഞ്ഞു, ശരി, ഞാൻ ദുർബലനാണ്, പക്ഷേ എന്റെ അനുജൻ എന്നേക്കാൾ കൂടുതൽ ദുർബലൻ. അവനെ നീ ജയിച്ചാൽ നിന്നെ വിടാം. ബ്രഹ്മരാക്ഷസ് ചോദിച്ചു, നിന്റെ അനുജൻ എവിടെയുണ്ട്? അനിയൻ പറഞ്ഞു, അങ്ങോട്ട്, ആ പൊടികളിൽ ഉറങ്ങുന്നുണ്ടല്ലോ എന്ന് കരടിയെ കാണിച്ചു. രാക്ഷസൻ ചിന്തിക്കാതെ തന്നെ കരടിയുടെ മേൽ ചാടിയിരിക്കുന്നു. ഉറക്കം ഭംഗം ആയ കരടി കോപത്തോടെ രാക്ഷസനെ ആക്രമിച്ചു, വളരെയധികം പരിക്കേൽപ്പിച്ചു. കാടിന്റെ ഇരുട്ടിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് മനസ്സിലാകാതെ രാക്ഷസ് അനിയന്റെ അടുത്തേക്ക് വന്ന്, എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ എന്നു നിലവിളിച്ചു. അനിയൻ ഒന്നും പറയാതെ നിൽക്കുന്നു. രാക്ഷസ് വീണ്ടും അപേക്ഷിച്ചു, ഞാൻ കൊന്നവരുടെ ആഭരണങ്ങൾ ഈ കിണറ്റിൽ ഉണ്ട്. അതൊക്കെ നിന്നെ കൊടുക്കാം. ദയവായി നിന്റെ അനുജനിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. അനിയൻ പറഞ്ഞു, ശരി, പക്ഷേ ഇനി ഒരിക്കലും ഈ വഴിയിൽ നിനക്ക് കാണാൻ പാടില്ല. അങ്ങനെ ബ്രഹ്മരാക്ഷസ് കിണറ്റിൽ നിന്നുള്ള പൊന്നാഭരണങ്ങൾ അനിയൻ കൊടുത്ത് കാട്ടിലേക്കുള്ള വഴിയിൽ ഓടിപ്പോകുന്നു. അനിയൻ പട്ടണത്തിലേക്ക് പോയി ഒരു വ്യാപാരം തുടങ്ങി, വലിയ ലാഭം നേടി ഒരു വലിയ വ്യക്തിയായി ഉയർന്നു. നീതിപാഠം: ബുദ്ധിയുണ്ടെങ്കിൽ ദുർബലതയോടും വിജയമൊരുക്കാം.